ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നിങ്ങൾ പ്രിവ്യൂവിൽ കണ്ടുകൊണ്ടിരിക്കുന്ന പോലെ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള സ്റ്റാറ്റസാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റാറ്റസ് വീഡിയോ ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള മെറ്റീരിയൽസ് കാര്യങ്ങൾ കംപ്ലീറ്റ് നമ്മൾ ടെലഗ്രാം ചാനലിൽ അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുപോലെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടമാക്കിയാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഈ ഒരു വീഡിയോയിലേക്ക് ആവശ്യമായിട്ടുള്ള ഇമേജ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ആ ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ പിക്സാർട്ട് ആപ്ലിക്കേഷനാണ് യൂസ് ചെയ്യുന്നത്. ആ ഒരു ആപ്ലിക്കേഷൻ ജസ്റ്റ് നിങ്ങളൊന്ന് ഓപ്പൺ ചെയ്യുക. ശേഷം താഴെയുള്ള ഒരു പ്ലസ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഒരല്പം മുകളിലേക്ക് ഇതുപോലെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കോളാജ് എന്ന് കാണാൻ സാധിക്കും. തൊട്ട് താഴെയുള്ള ഒരു ഗൈഡ്സ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ഗാലറിയിലേക്ക് വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് കുറച്ച് ഇമേജുകളൊക്കെ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു ഇമേജ് ഏത് ഫോൾഡറിലാണോ ഉള്ളത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനായിട്ട് മുകളിലായിട്ട് റീസെൻ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈലിലുള്ള ഏത് ഫോൾഡറിലാണോ ആ ഒരു ഇമേജ് ഉള്ളത് ആ ഒരു ഫോൾഡർ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് ഇവിടുന്ന് ഒരു 9 ഇമേജ് സെലക്ട് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഒരു ഇമേജിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. വീണ്ടും നമ്മൾ അതുപോലെ തന്നെ ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ 9 ഇമേജ് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഞാനൊരു 9 ഇമേജ് സെലക്ട് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം നമുക്ക് ഈ മുകളിൽ കാണുന്ന റൈറ്റ് സൈഡിലുള്ള നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമുക്ക് താഴെയായിട്ട് ഒരുപാട് ഫ്രെയിമുകൾ കാണാൻ സാധിക്കും. ലെഫ്റ്റ് സൈഡിലേക്ക് ഇതുപോലെ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഫ്രെയിമുകൾ കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഏറ്റവും ലാസ്റ്റ് ഈ ഒരു മൂന്നാമത് കാണുന്ന ഫ്രെയിമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് നിങ്ങൾ ആഡ് ചെയ്ത ഒരു ഇമേജ് ഇതുപോലെ എന്തെങ്കിലും ക്രോപ്പ് ചെയ്യാനുണ്ടെങ്കിൽ ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം താഴേക്ക് ഇതുപോലെ ഡ്രാഗ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് ക്രോപ്പ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. നിങ്ങളത് നോക്കിയിട്ട് കറക്റ്റായിട്ട് ചെയ്യുക. ഓക്കെ, ഇത് നമ്മൾ താഴെ ഈ ഒരു പ്ലസ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഈ ഒരു ലേഔട്ട് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു പഴയ ഇൻ്റർഫേസിലേക്ക് വരുന്നതാണ്. വീണ്ടും നമ്മളിവിടെ താഴെ ബോർഡർ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇതിൻ്റെ തിക്നെസ് ഫുള്ളായിട്ട് 0 സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇത് നമ്മൾ മുകളിൽ കാണുന്ന ആ ഒരു ആരോ മാർക്കിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ശേഷം നമുക്ക് താഴെയായിട്ട് എഫക്ട്സ് എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു ഇമേജിനെ ബ്ലാക്ക് ആൻഡ് വൈറ്റിലേക്ക് കൊണ്ടുവരണം. ഇവിടെ ബി ആൻഡ് ഡബ്ല്യു എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഫിൽറ്റർ ഉണ്ട്. അതുപോലെ തന്നെ മറ്റ് ഫിൽറ്ററുകളൊക്കെ ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് ആ രീതിയിൽ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ മുകളിലുള്ള ടിക്ക് മാർക്ക് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് നമ്മൾ വീണ്ടും ആ ഒരു ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ ഒരു ഇമേജ് നമ്മൾ ഗാലറിയിലേക്ക് സേവ് ചെയ്തെടുക്കുക. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇമേജുകൾ ആഡ് ചെയ്തിട്ട് ഇതുപോലെ 2 ഇമേജ് കൂടെ ക്രിയേറ്റ് ചെയ്തെടുക്കുക. ടോട്ടൽ 3 ഇമേജാണ് നമുക്ക് ആവശ്യം. ഇനി അടുത്തായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നേരെ ബാക്കിലോട്ട് വരിക. എന്നാൽ ഏറ്റവും താഴേക്ക് വരുന്ന സമയത്ത് നമുക്കിവിടെ ഈ ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ട്, ഈ ബാക്ക്ഗ്രൗണ്ട് എന്ന ഭാഗത്ത് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യുക. അതിനുശേഷം താഴെ ടൂൾസ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു ക്രോപ്പ് എന്ന ഭാഗത്ത് സെലക്ട് ചെയ്യുക. ഇനി നമ്മളിതുപോലെ കറക്റ്റായിട്ട് ആ ഒരു സ്ക്രീനിൽ അതിൻ്റെ ഫ്രെയിം കാര്യങ്ങൾ ഇതുപോലെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. മുകളിലായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ സൈസ് കാര്യങ്ങൾ കാണാൻ സാധിക്കും. ഏകദേശം ഒരു 800 ലെവലിൽ സെറ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഈ ഒരു 882 ലെവലിൽ നമ്മൾ സെറ്റ് ചെയ്തു. ഇത് നമ്മൾ മുകളിലുള്ള ഒരു ടിക്ക് മാർക്ക് കൊടുക്കുക. ഇനി നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു 3 ഇമേജ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി താഴെ നമുക്കിതുപോലെ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ആഡ് ഫോട്ടോ എന്ന ഓപ്ഷൻ കാണും. അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു 3 ഇമേജ് നമ്മൾ സെലക്ട് ചെയ്യുക. ശേഷം നമ്മൾ മുകളിൽ ആഡ് എന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ ഒരു ഇമേജിലേക്ക് ആഡാവുന്നതാണ്. ഇനി നമ്മളിതിൻ്റെ കറക്റ്റ് ആ ഒരു ഈ ഒരു സെൻറ്റർ ഭാഗത്ത് നോക്കിയതിന് ശേഷം ആ ഒരു ഫ്രെയിമിനകത്ത് ഇതുപോലെ കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഒന്ന് ഡ്രാഗ് ചെയ്തിട്ട് ഓക്കെ, താഴെയുള്ള ഫോട്ടോകൾ ഇതുപോലെ കറക്റ്റായിട്ട് അതിനോട് സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക. ഇനി നമ്മൾ മുകളിലുള്ള ടിക്ക് മാർക്ക് കൊടുക്കുക. ശേഷം നമുക്ക് താഴെ വരുന്ന ഒരു എക്സ്ട്രാ പോർഷൻ നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ റൈറ്റ് സൈഡിലേക്ക് ഡ്രാഗ് ചെയ്യുമ്പോൾ ടൂൾസിൻ്റെ ഓപ്ഷനിൽ വീണ്ടും ക്ലിക്ക് ചെയ്തിട്ട് ക്രോപ്പ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം കറക്റ്റായിട്ട് ഇതുപോലെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ക്രോപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം മുകളിലുള്ള ആ ഒരു ടിക്ക് മാർക്ക് കൊടുക്കുക. ഇനി നമുക്ക് ഈ ഒരു ഇമേജ് ഗാലറിയിലേക്ക് സേവ് ചെയ്യാം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആ ഒരു മുകളിലുള്ള ആരോ മാർക്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഗാലറി എന്ന ഭാഗത്ത് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഇമേജ് നമ്മുടെ ഗാലറിയിലേക്ക് സേവ് ആവുന്നതാണ്. ഓക്കെ, ഇനി അടുത്തായിട്ട് നമുക്ക് PNG ഫയൽ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഗൂഗിൾ ഓപ്പൺ ചെയ്യുക. ഓക്കെ, ഗൂഗിൾ ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങളവിടെ remove.bg എന്ന് സെർച്ച് ചെയ്യുക. ഓക്കെ, അതിനുശേഷം നിങ്ങൾക്ക് ഇതുപോലെ ഒരു വെബ്സൈറ്റിലേക്ക് പോകുന്നതാണ്. അവിടെ നിങ്ങൾക്ക് അപ്ലോഡ് ഇമേജ് അല്ലെങ്കിൽ റിമൂവ് ഇമേജ് ആൻഡ് ബാക്ക്ഗ്രൗണ്ട് എന്ന് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് താഴെയായിട്ട് ഇവിടെ അപ്ലോഡ് ഇമേജ് എന്ന് കാണാൻ സാധിക്കും. ആ ഒരു ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ശേഷം ഇവിടെ നിങ്ങൾക്ക് ബ്രൗസ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ഫോൾഡറിലാണോ നിങ്ങൾക്ക് നിങ്ങളുടെ ഇമേജ് ഉള്ളത് PNG ഫയൽ ആക്കേണ്ട ആ ഒരു ഇമേജ് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ എക്സാമ്പിൾ കാണിക്കാനായിട്ട് ഇവിടെ ഞാൻ ജസ്റ്റ് ഒരു ഇമേജ് സെലക്ട് ചെയ്യുന്നുണ്ട്. ശേഷം മുകളിലുള്ള ഡൺ എന്ന ഓപ്ഷൻ കൊടുക്കുക. ഓട്ടോമാറ്റിക്കലി അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കട്ടായതിനു ശേഷം നമുക്ക് ആ ഒരു PNG ഫയൽ കിട്ടുന്നതാണ്. ശേഷം ഇവിടെ താഴേക്ക് ഡൗൺലോഡ് എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും.
ആ ഒരു ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മളത് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ അടുത്തായിട്ട് പിക്സാർട്ട് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം. ഓക്കെ, വീണ്ടും നമ്മൾ പിക്സാർട്ട് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തതിനു ശേഷം താഴെയായിട്ട് ഏറ്റവും താഴെ നിങ്ങൾക്കിവിടെ ബാക്ക്ഗ്രൗണ്ട് എന്ന ഈ ഒരു ഭാഗത്തായിട്ട് ഈ ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മളിപ്പോൾ ആ ഒരു ഡൗൺലോഡ് ചെയ്തെടുത്ത ഗൂഗിളിൽ നിന്നും ഡൗൺലോഡ് ചെയ്തെടുത്ത ഇമേജ് ഇതിലേക്ക് ആഡ് ചെയ്യുക. അപ്പോൾ അതിനുവേണ്ടി ഇവിടെ ആഡ് ഇമേജ് എന്ന് കാണാൻ സാധിക്കും, ആഡ് ഫോട്ടോ എന്ന് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മളിപ്പോൾ ആ ഒരു ഡൗൺലോഡ് ചെയ്ത ആ ഒരു ഇമേജ് ഇതിലേക്ക് സെലക്ട് ചെയ്ത് കൊടുക്കുക. മുകളിൽ ആഡ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമ്മുടെ ഇമേജ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി ആവശ്യാനുസരണം നിങ്ങളിതുപോലെ ഒന്ന് അതിൻ്റെ സൈസ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അടുത്തായിട്ട് നമുക്കതിലേക്ക് ആ ഒരു സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യണം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ ഈ ഒരു PNG ഫയലിന് നമ്മൾ ഷാഡോ എഫക്റ്റ് കൊടുക്കുക. അവിടെ താഴെയായിട്ട് നമുക്ക് ഷാഡോ എന്ന് കാണാൻ പറ്റും. അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ ഒരു കളർ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ശേഷം അവിടെ വൈറ്റ് കളർ സെലക്ട് ചെയ്യുക. ഓക്കെ, വീണ്ടും നമ്മൾ പൊസിഷൻ എന്ന ഈ ഒരു ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ ഒരു 2 ഡോട്ട് നിങ്ങൾ ഇതുപോലെ കറക്റ്റ് ഈ ഒരു സെൻറ്റർ ഭാഗത്തേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി അടുത്തായിട്ട് നമ്മൾ അതിനൊരു ബോർഡർ കൂടി സെലക്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ സൈഡിലേക്ക് ഇതുപോലെ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ബോർഡർ എന്ന ഓപ്ഷൻ കാണും. അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ശേഷം അതിൻ്റെ ബോർഡർ നിങ്ങൾക്ക് വേണ്ട രീതിയിൽ സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ, നമ്മളൊരു 6 സെറ്റ് ചെയ്തിട്ടുണ്ട്. ശേഷം നമ്മൾ ആ ഒരു മുകളിലൊരു ടിക്ക് മാർക്ക് കൊടുക്കുക. അപ്പോൾ നമ്മൾ ആ ഒരു ബോർഡർ അതുപോലെ തന്നെ ഷാഡോ കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞു. ഇത് നമ്മൾ ഇവിടെ ആയിട്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ശേഷം നമുക്ക് താഴെയായിട്ട് സ്റ്റിക്കർ എന്ന ഓപ്ഷൻ കാണും. അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഏറ്റവും ടോപ്പിൽ ആ ഒരു സെർച്ച് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ ഒരു സെർച്ച് ബാറിലായിട്ട് നിങ്ങൾ ഹാറ്റ് ടൗൺ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഞാനിവിടെ ഓൾറെഡി ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒരുപാട് ഹാറ്റിൻ്റെ ഐക്കണുകളൊക്കെ കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഞാൻ ജസ്റ്റ് എക്സാമ്പിൾ സെലക്ട് ചെയ്യുന്നുണ്ട്. സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ കറക്റ്റായിട്ട് സ്ക്രീനിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ഭാഗത്തേക്കായിട്ട് ഒന്ന് ഇവിടെ ആയിട്ട് സെറ്റ് ചെയ്തു. ഇവിടെ നമ്മൾ മുകളിലായിട്ട് ടിക്ക് മാർക്ക് കൊടുക്കുക. അടുത്തായിട്ട് വീണ്ടും നമ്മൾ താഴെ തന്നെ സ്റ്റിക്കേഴ്സ് എന്ന ഓപ്ഷൻ ഉണ്ടാകും. അവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ വീണ്ടും ആ ഒരു സെർച്ച് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇതുപോലെ നമ്മൾ ഓൾറെഡി നമ്മൾ ടൈപ്പ് ചെയ്ത് വെച്ചിവിടെ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം നമ്മൾ അടുത്തൊരു ഐക്കൺ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. വീണ്ടും ഇതുപോലെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് എക്സാമ്പിൾ കാണിച്ചു തരുന്നുള്ളൂ. ഞാൻ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് വേണ്ട രീതിയിൽ വേണ്ട ഹെഡ് ഷേപ്പുകൾ കാര്യങ്ങളൊക്കെ നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ മുകളിലുള്ള ടിക്ക് മാർക്ക് കൊടുക്കുക. അതിനുശേഷം നമ്മൾ വീണ്ടും ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഗാലറി എന്ന ഭാഗത്ത് സെലക്ട് ചെയ്തുകൊണ്ട് ആ ഒരു ഇമേജ് നമ്മൾ ഗാലറിയിലേക്ക് സേവ് ചെയ്യുക. ഓക്കെ, നമ്മൾ അലൈറ്റ്മോഷൻ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തു. അതിനുശേഷം താഴെ കാണുന്ന പ്ലസ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഈ ഒരു 4:5 എന്ന റേഷ്യോ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ താഴെ കാണുന്ന ക്രിയേറ്റ് പ്രോജക്റ്റ് എന്ന് കൊടുക്കുക. ഇനി ആദ്യമായിട്ട് നമുക്കിതിലേക്ക് ഓഡിയോ ആഡ് ചെയ്യാം. അപ്പോൾ അതിനുവേണ്ടി താഴെ പ്ലസ് ഐക്കൺ കൊടുക്കുക. ഓഡിയോ എന്ന ഭാഗത്ത് സെലക്ട് ചെയ്തിട്ട് വ്യൂ ആൾ കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ ഏത് ഫോൾഡറിലാണ് ആ ഒരു ഓഡിയോ ഉള്ളതെങ്കിൽ ആ ഒരു ഓഡിയോ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി അടുത്തായിട്ട് നമുക്കിതിലേക്ക് ആ ഒരു ഇമേജ് ആഡ് ചെയ്യാം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ താഴെ പ്ലസ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. മീഡിയ എന്ന ഭാഗത്ത് സെലക്ട് ചെയ്തിട്ട് നമ്മൾ പിക്സാർട്ടിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഇമേജ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ ഒരു മുകളിലുള്ള 3 ഡോട്ട് ഐക്കണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഫിൽ കമ്പോസിഷൻ ഏരിയ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ശേഷം ആ ഒരു ഇമേജിനെ കറക്റ്റ് താഴേക്ക് ഇതുപോലെ സ്വൈപ്പ് ചെയ്തിട്ട് മുകളിലും താഴെയും കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ആ ഒരു ഇമേജിൻ്റെ ലെങ്ത്ത് ഈ ഓഡിയോയുടെ അതേ ലെങ്ത്തിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആ ഒരു ഓഡിയോയുടെ എൻഡ് വരെ കറക്റ്റായിട്ട് ഈ ഒരു ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ശേഷം ആ ഒരു ഇമേജിൻ്റെ ലെയറിൽ ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക് അടുത്തായിട്ട് ഇതിനൊരു ആനിമേഷൻ കൊടുക്കണം. താഴെ നിന്ന് മുകളിലേക്ക് ആ ഒരു ഇമേജ് പോകുന്ന രീതിയിൽ ഒരു ആനിമേഷൻ കൊടുക്കണം. ഇമേജിൻ്റെ സ്റ്റാർട്ടിങ്ങിലേക്ക് വന്നതിന് ശേഷം താഴെ മൂവ് ആൻഡ് ട്രാൻസ്ഫോം എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഈ ഒരു കീ ഫ്രെയിം ഐക്കണിൽ ഒരു തവണ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ശേഷം ആ ഒരു ഇമേജിൻ്റെ എൻഡിലേക്ക് പോവുക. ശേഷം നമ്മൾ സ്വൈപ്പ് ഹിയർ ടു മൂവ് ലെയർ എന്ന ഭാഗത്ത് ഇതുപോലെ മുകളിലേക്ക് ഫുള്ളായിട്ട് ഇതുപോലെ ഒന്ന് ഡ്രാഗ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം നമുക്ക് സൈഡിലായിട്ട് ക്ലിക്ക് ചെയ്യാം. ഇനി നമുക്ക് സ്റ്റാർട്ടിങ്ങിലേക്ക് വരാം. അടുത്തായിട്ട് നമുക്ക് ആ ഒരു PNG ഫയൽ കൂടെ അതിലേക്ക് ആഡ് ചെയ്യാം. താഴെ പ്ലസ് ഐക്കൺ കൊടുക്കുക. മീഡിയ എന്ന ഭാഗത്ത് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഒരു PNG ഫയൽ നിങ്ങളിതിലേക്ക് ആഡ് ചെയ്യാം. ഓക്കെ, അതിനുശേഷം താഴെ മൂവ് ആൻഡ് ട്രാൻസ്ഫോം എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു സ്കെയിൽ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ സൈസ് കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ട രീതിയിൽ സെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ഒരു ടൂൾസിൻ്റെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇതുപോലെ സ്വൈപ്പ് ഹിയർ ടു മൂവ് ലെയർ എന്ന ഭാഗത്ത് ഒന്ന് സ്വൈപ്പ് ചെയ്തുകൊണ്ട് കറക്റ്റായിട്ട് നിങ്ങൾക്ക് വേണ്ട രീതിയിൽ ആ ഒരു ഭാഗത്തേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ, ഇനി അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ഇമേജിൻ്റെ ലെങ്ത്ത് നമ്മൾ ആ ഒരു ഓഡിയോയുടെ അതേ ലെങ്ത്തിലേക്ക് കൊണ്ടുവരാം. അതിനുവേണ്ടി എൻഡിലേക്ക് വന്നതിന് ശേഷം ഈ ഒരു ഇമേജ് ലെയറിൽ ക്ലിക്ക് ചെയ്യുന്നു. ഈ ഒരു ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ 2 ഇമേജും കാര്യങ്ങളും ആനിമേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞു.
ഇനി അടുത്തായിട്ട് നമ്മളിതിലേക്ക് ആ ഒരു ലിറിക്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യണം. അപ്പോൾ ലിറിക്സ് ആഡ് ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ബ്ലാക്ക് ബോർഡർ ആഡ് ചെയ്യേണ്ടതുണ്ട്. താഴെ പ്ലസ് ഐക്കൺ കൊടുക്കുക. അതിനുശേഷം ഈ താഴെ കാണുന്ന ഈ ഒരു റെക്റ്റാങ്കിൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മളതിൻ്റെ ഷേപ്പും കാര്യങ്ങളൊക്കെ അതുപോലെ ഒന്ന് ഡ്രാഗ് ചെയ്തിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്ത് ഈ ഒരു ഭാഗത്തായിട്ട് സെറ്റ് ചെയ്ത് വെക്കുക. അതിനുശേഷം നമുക്ക് ആ ഒരു ലെയറിന് ഇതുപോലെ താഴേക്ക് കൊണ്ടുവരാം. നമ്മൾ ആഡ് ചെയ്ത PNG ഫയലിൻ്റെ താഴേക്ക് കൊണ്ടുവരാം. ശേഷം നമ്മൾ ആ ഒരു റെക്റ്റാങ്കിൾ ഒന്ന് ക്ലിക്ക് ചെയ്യുക. കളർ ആൻഡ് ഫിൽ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഒരു ബ്ലാക്ക് കളർ സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഈ ഒരു ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക, ബാക്കിലേക്ക് വരിക. എന്നിട്ട് നമ്മൾ ബോർഡർ ആൻഡ് ഷാഡോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു സ്ട്രോക്ക് ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. സ്ട്രോക്കിൻ്റെ കളർ ഈ ഒരു ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്തതിന് ശേഷം വൈറ്റ് കളർ സെലക്ട് ചെയ്യുക. അതിൻ്റെ സൈസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ട രീതിയിൽ സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ, ഇനി നമ്മൾ ഇപ്പോൾ ആഡ് ചെയ്തിട്ടുള്ള ആ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിൻ്റെ ആ ഒരു ലെയറും നമുക്ക് ഈ ഒരു വീഡിയോയുടെ എൻഡ് വരെ കൊണ്ടുവരാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ ആ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പും ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തായിട്ട് നമുക്കിതിലേക്ക് ലിറിക്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാം. നമ്മൾ താഴെ പ്ലസ് ഐക്കൺ കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആ ഒരു ടെക്സ്റ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ള ലിറിക്സ് നമ്മൾ നോട്ട് പാഡിൽ നിന്നും കോപ്പി ചെയ്തെടുക്കുക. ഓക്കെ, ഇവിടെ നമ്മൾ കോപ്പി ചെയ്തു. ശേഷം നമ്മൾ അലൈറ്റ് മോഷനിലേക്ക് വരിക. ഇവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് ലോങ് പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ലിറിക്സ് ഇവിടെ പേസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ശേഷം നമുക്ക് മുകളിലായിട്ട് ആ ഒരു ലിറിക്സിൻ്റെ കളർ നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. വൈറ്റ് കളർ സെലക്ട് ചെയ്ത് കൊടുക്കാം. ശേഷം ആ ഒരു റോബോട്ടോ റെഗുലർ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള ഫോണ്ട് നമ്മൾ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇതിലേക്ക് യൂസ് ചെയ്തിട്ടുള്ള ഫോണ്ടിൻ്റെ ലിങ്കും ടെലഗ്രാം ചാനലിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫോണ്ട് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ സൈസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ, നമുക്കൊരു 20 PT മതി, കാരണം ഈ ഒരു ഫ്രെയിം വളരെ ചെറുതാണ്. അപ്പോൾ നമുക്ക് അടുത്തായിട്ട് ഈ ഒരു മുകളിലുള്ള ടിക്ക് മാർക്ക് കൊടുക്കാം. ഇനി നമുക്ക് ആ ഒരു ലിറിക്സിൻ്റെ ലെയർ നമുക്കിതുപോലെ താഴേക്ക് കൊണ്ടുവരാം. ജസ്റ്റ് ഇതുപോലെ ഒരു ലെങ്ത്ത് വരുന്ന രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. സൈസ് കൂടുതലുണ്ടെങ്കിൽ നമ്മൾ ബാക്കിലോട്ട് വന്നതിന് ശേഷം താഴെ മൂവ് ആൻഡ് ട്രാൻസ്ഫോമിൽ വരിക. ശേഷം ഈ ഒരു സ്കെയിൽ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ലെയറിനെ ആ ഒരു എൻഡ് വരെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തെടുക്കാം. ഓക്കെ, ഇനി അടുത്തായിട്ട് നമ്മൾ ചെയ്യുന്നത് നമ്മൾ നേരത്തെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബുക്ക് മാർക്കിൻ്റെ ഭാഗത്തായിട്ട് ഫസ്റ്റ് ലൈനിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് വെച്ച് നമ്മൾ ആ ഒരു ലെയറിനെ ഇതുപോലെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ വീണ്ടും ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു അടുത്ത ബുക്ക് മാർക്ക് വരുന്ന ഭാഗത്തായിട്ട് അവിടെയും കട്ട് ചെയ്യുക. ശേഷം ആ ഒരു ലെയറിൽ ക്ലിക്ക് ചെയ്തിട്ട് എഡിറ്റ് ടെക്സ്റ്റ് എന്ന് കൊടുത്തിട്ട് അടുത്ത ആ ഒരു ലൈൻ നിങ്ങൾ നോട്ട് പാഡിൽ നിന്നും കോപ്പി ചെയ്തെടുക്കുക. ഓക്കെ, കോപ്പി ചെയ്യുക. വീണ്ടും നമ്മൾ അവിടേക്ക് വരിക. എന്നിട്ട് നമ്മൾ ഈ ഒരു മുമ്പിവിടെ ഈ ഒരു കാണുന്നത് നമ്മൾ ഇവിടെ ഡിലീറ്റ് ചെയ്തിട്ട് ഇവിടെ നമ്മൾ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അത് നമ്മൾ പേസ്റ്റ് ചെയ്തു. മുകളിലുള്ള ടിക്ക് മാർക്ക് കൊടുത്തു. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ആ ഒരു ലൈനും നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞു. അതിന് സൈസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ മൂവ് ആൻഡ് ട്രാൻസ്ഫോമിൽ വന്നതിന് ശേഷം വീണ്ടും ഇതുപോലെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളിത് ഓരോ ഭാഗത്തായിട്ട് നിങ്ങളിതുപോലെ സ്പ്ലിറ്റ് ചെയ്ത് നിങ്ങൾ ആ ഒരു ലിറിക്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾ ആഡ് ചെയ്യുക. ഇനി അടുത്തായിട്ട് നമുക്ക് ആ ഒരു ലിറിക്സിന് നമുക്ക് എഫക്റ്റ് കൊടുക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു ഫസ്റ്റ് ലൈനിൻ്റെ ആ ഒരു ലെയറിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ താഴെ എഫക്റ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ആഡ് എഫക്റ്റ് എന്ന് കൊടുത്തതിന് ശേഷം മുകളിലുള്ള ആ ഒരു സെർച്ച് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം അവിടെ നമ്മൾ വൈപ്പ് എന്ന് സെലക്ട് ചെയ്യുക. ഓക്കെ, വൈപ്പ് എഫക്റ്റാണ് നമ്മൾ ആ ഒരു ലിറിക്സിന് ആഡ് ചെയ്തിട്ടുള്ളത്. വൈപ്പ് സെലക്ട് ചെയ്ത് കൊടുക്കുക. സ്റ്റാൻഡേർഡ് സെറ്റിങ്സ് കൊടുക്കുക. ഇത് നമ്മൾ ഈ ഒരു ലെയറിൻ്റെ ഫസ്റ്റ് ലൈനിൻ്റെ ആ ലെയറിൻ്റെ സെൻട്രലായിട്ട് നമ്മളൊരു കീ ഫ്രെയിം ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഈ കീ ഫ്രെയിം ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം നമ്മൾ ഈ ഒരു എൻഡ് ഭാഗത്തേക്ക് വന്നതിന് ശേഷം ഇവിടെ നമ്മളൊരു കീ ഫ്രെയിം ആഡ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് ഇതുപോലെ ഡ്രാഗ് ചെയ്യുക. ഓക്കെ, ആ ഒരു ലെറ്റർ കവറായി, ആ ഒരു ലൈൻ നമുക്ക് അവിടെ കവറാവുന്ന കാണാൻ സാധിക്കും. അപ്പോൾ ഒരു 95 ആ ഒരു ലെവൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ആ ഒരു കീ ഫ്രെയിമിൽ ജസ്റ്റ് ഒന്ന് ലോങ് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ആ എൻഡിലേക്ക് കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി അതേപോലെ തന്നെ നമ്മൾ ആ ഒരു സെൻറ്ററിലുള്ള ആ ഒരു കീ ഫ്രെയിമിലേക്ക് വരിക. എന്നിട്ട് നമ്മൾ താഴെ ഈ ഒരു എൻഡ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ശേഷം അവിടെ നമ്മളൊരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഈ ഒരു സ്റ്റാർട്ടിങ്ങിലേക്ക് വരിക. ഓക്കെ, സ്റ്റാർട്ടിങ്ങിലേക്ക് വന്നിട്ട് അവിടെ നമ്മളൊരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. എന്നിട്ട് റൈറ്റ് സൈഡിലേക്ക് ഡ്രാഗ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ആ ഒരു ലൈന് കവർ ആവുന്നവരെ റൈറ്റ് സൈഡിലേക്ക് ഡ്രാഗ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു 2 കീ ഫ്രെയിം ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ താഴെയായിട്ട് ഇവിടെ ഫെദർ എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ലെഫ്റ്റിലേക്ക് ഒന്ന് ഡ്രാഗ് ചെയ്തിട്ട് ഏകദേശം ഒരു 25 ആ ഒരു ലെവലൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ സാധിക്കും. നിങ്ങൾക്ക് എത്രത്തോളം വേണമെങ്കിലും ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. നമ്മൾ ആ ഒരു ഫെദർ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞു. ആ ഫെദർ കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കിയിട്ട് കറക്റ്റായിട്ട് നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ബാക്കിലോട്ട് വരിക. അതിനുശേഷം നമുക്ക് ഈ എഫക്റ്റ് ഇവിടെ നിന്ന് കോപ്പി ചെയ്തെടുക്കാം.
3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക, കോപ്പി എഫക്റ്റ് കൊടുക്കുക. ശേഷം നമ്മൾ ആ ഒരു ബാക്കിയുള്ള നിങ്ങൾ ആഡ് ചെയ്തിട്ടുള്ള ലിറിക്സിൻ്റെ ലെയറിലൊക്കെ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് താഴെ എഫക്റ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഈ ഒരു 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് പേസ്റ്റ് എഫക്റ്റ് എന്ന് കൊടുക്കുക. ഓക്കെ, നിങ്ങൾ ആഡ് ചെയ്തിട്ടുള്ള എല്ലാ ലിറിക്സിൻ്റെ ലെയറിൽ ഇതുപോലെ ആ ഒരു എഫക്റ്റ് നിങ്ങൾ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു സ്റ്റാറ്റസ് വീഡിയോ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ ഈ ഒരു സ്റ്റാറ്റസ് വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് കൊടുക്കുക. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ആ ഒരു ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. ഫ്രണ്ട്സ്, ഇതിലും നല്ല കിടിലൻ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്